ഹലോ ഗൈസ്, നമ്മളിന്ന് നമ്മളെ പുരയിൽ ആദ്യമായിട്ടുണ്ടായ ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മൾ പറിക്കുകയാണ്. പറിച്ചു അപ്പ നല്ല പണിയും തരും പറിക്കുമ്പോ. വായിച്ചാ അതെനില്ലേ എങ്ങനെയുണ്ട് സൂപ്പർ. സാധാരണ പീടിയെന്ന് വാങ്ങുന്നതിന് മധുരം ഉണ്ടാവില്ല, ഇതിന് നല്ല മധുരം ഉണ്ടല്ലോ. എങ്ങനെയുണ്ട്? സൂപ്പർ. പക്ഷെ നല്ല മധുരം ഉണ്ട് കേട്ടോ. ഉണ്ടാക്കിയതല്ലേ ഇത്? നാളെ ആദ്യമായിട്ട് ഉണ്ടായതാണ്. ആക്രാന്തം എങ്ങനെ ഉണ്ടാറാ? എങ്ങനെയുണ്ട്? വലിയ ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ ടെറസിന് മുകളിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട്. ഇതുപോലെ നിങ്ങൾക്കും കൃഷി ചെയ്യാവുന്നതാണ്, വളരെ ഈസി ആയിട്ട്. വെറും 150 രൂപേൻ്റെ 2 കമ്പ് വാങ്ങിയിട്ട് കുഴിച്ചിട്ടതാണ് ഞാൻ. ഇപ്പോൾ അൽഹംദുലില്ലാ റെഡും വൈറ്റും 2 കളറും കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വീടിൻ്റെ മുകളിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അതും 10 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ മതിയാവും. വളം ചെയ്യാൻ മറക്കരുത്. 2 മാസമോ 3 മാസം കൂടുമ്പോൾ കുറച്ച് വളം ഇട്ട് കൊടുക്കുക. നല്ലപോലെ വെയിൽ വേണ്ട ഒരു ചെടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെ ടെറസിൻ്റെ മുകളിൽ വളർത്തുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കാര്യമായ ഒരു പരിചരണവും ഞാൻ ഇതിന് ചെയ്തിട്ടില്ല. ഇടയ്ക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും. മാസത്തിൽ ഒരു തവണ 2 മാസം 3 മാസം കൂടുമ്പോൾ ഇത്തിരി വളം ഇട്ട് കൊടുക്കും. വേറെ ഒന്നും ചെയ്യാറില്ല. വെറും 2 തൈയിൽ നിന്നാണ് ഞാൻ ഇത്രയും തൈ ഉണ്ടാക്കിയെടുത്തത്. തൈ മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തതാണ് ഇത്രയും തൈ. എല്ലാവരും പറയുന്നതൊക്കെ വളർന്ന് കായുണ്ടായതിനു ശേഷമാണ് കട്ട് ചെയ്യാൻ പറ്റും. 150 രൂപയുടെ 2 കമ്പുകളാണ് ഞാൻ വാങ്ങിയത്. ഒരു റെഡും ഒരു വൈറ്റും എന്നും പറഞ്ഞിട്ടാണ് വാങ്ങിയത്. പക്ഷെ അറിയില്ല ഏതാ വൈറ്റ് ഏതാ റെഡ് എന്ന്. ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് റെഡ് ഏതാ വൈറ്റ് ഏതാണ്. ഈ കാണുന്നതാണ് വൈറ്റ്, ചെറിയ കായായിരിക്കും. റെഡ് കുറച്ച് നല്ല വലുപ്പം ഉണ്ടാകുന്നതാണ് റെഡ് കളർ വരുന്നത്. ഇത് റെഡാണ്. രണ്ടും നല്ല ടേസ്റ്റാണ്. വീട്ടിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല മധുരമുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്നതിന് ഒരു മധുരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ വളർത്തി അതിലുണ്ടാക്കിയിട്ട് കഴിക്കുന്നതിനാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല മധുരമുണ്ട്. വളരെ ഗുണങ്ങളുള്ള പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ കഴിയുന്നതും ഒരു തൈയെങ്കിലും വാങ്ങി നട്ടു വളർത്താൻ ശ്രമിക്കുക. ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങളുടെ വീട്ടിലും വളർത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഓക്കെ. റെഡ് ഉണ്ട്. റെഡ് ആകുമ്പോൾ നല്ല വലുപ്പം ഉണ്ടാവും. റെഡ് വൈറ്റിന് അത്ര വലുപ്പമില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. രണ്ടും നല്ല അടിപൊളിയാണ്. നല്ല കളറുണ്ട്. റെഡിന് നല്ല അടിപൊളി കളറാണ്. ഇത് ഒരിക്കലും വീട്ടിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. സംഭവം വിജയിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.
ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ജ്യൂസ് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഗൾഫിലാണ് ഉള്ളത്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് അടിച്ചു. അടിപൊളി ടേസ്റ്റാണ് ജ്യൂസ്. സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കി നട്ട് വളർത്തിയ ജ്യൂസ് കുടിക്കുന്നതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ ആയിട്ടാണ്. അങ്ങനെ ഞാൻ നട്ട് വളർത്തിയ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ്. അൽഹംദുലില്ലാ, അടിപൊളി.